സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയതാണ്. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദാ എന്ന് പറഞ്ഞിടത്ത് സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാര് വേറെ ചില തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന അലാ ജിസിരി ജഹന്നം, ജഹന്നമിന്റെ പാലത്തിന്റെ മേലെ സബ്അ മഹാബിസ്, തടഞ്ഞു നിർത്തുന്ന 7 സ്ഥലങ്ങളുണ്ട്. സബ്അ മഹാബിസ്, തടഞ്ഞു നിർത്തുന്ന 7 സ്ഥലങ്ങളുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിപ്പുറപ്പെട്ട ആളെയും തടഞ്ഞു നിർത്തും. എന്നിട്ടോ അതിൽ 7 സ്ഥലങ്ങളിൽ 7 വിഷയങ്ങളാണ് പരിശോധനക്കുള്ളത്. ഒന്നാമത്തത് അൻഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവന്റെ വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കും. അത് പൂർണ്ണമാണെങ്കിൽ രണ്ടാമത്തെ സ്ഥലത്തേക്കെത്തും. രണ്ടാമത്തെ സ്ഥലത്ത് എത്തുമ്പോ അവിടെ പരിശോധിക്കുന്നത് ഫയസ്അലു അനിസ്വലവാത്ത്, നിസ്കാരങ്ങളെ പറ്റിയാണ് ചോദ്യം. നിസ്കാരം പൂർണ്ണമായും കൊണ്ടുവന്ന രീതിയിലാണോ? മൂന്നാമത്തെ സ്ഥലത്തേക്ക് അവൻ വിട്ടുകിടക്കും. ഹദീസിലുള്ളതാ സഹോദരങ്ങളെ, ഇമാമിങ്ങൾ അവരെ തഫ്സീറിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നൊരു ഹദീസാണ് ഞാൻ വായിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോ ഫയസ്അലു അനിസ്സക്കാ, സകാത്തിനെ പറ്റി ചോദിക്കും. സകാത്തും അവൻ വീട്ടിയിട്ടുണ്ടെങ്കിൽ നാലാമത്തതിലേക്ക് വിട്ടുകിടക്കും. നാലാമത്തതിൽ ഫയസ്അലു അനിസ്സൗം, നോമ്പിനെ പറ്റി അവനോട് ചോദിക്കും. നോമ്പ് പൂർണ്ണമായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തതിലേക്ക് അവൻ പ്രവേശിക്കും. അഞ്ചാമത്തെ സ്ഥലത്തെത്തുമ്പോ ഫയസ്അലു അനിൽ ഹജ്ജി, ഹജ്ജിനെ പറ്റി അവനോട് ചോദിക്കും. അതും പൂർണ്ണമായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആറാമത്തതിലേക്ക് എത്തും. അപ്പോൾ ഉംറയെ പറ്റി ചോദിക്കും. ഉംറയും ശരിയായ നിലക്ക് അവൻ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഏഴാമത്തതിലേക്ക് എത്തും. ഫയസ്അലു അനിൽ മലാലിം, സുബ്ഹാനല്ലാഹ്, ഏഴാമത്തേടത്ത് ബാധ്യതകളെ പറ്റിയുള്ള ചോദ്യമാണ്. ബാധ്യതകൾ ഓരോരുത്തരുടെയും പെരടിയിൽ ഓരോ ബാധ്യതകളുണ്ട്. അതേ ബാധ്യതകൾ നമ്മുടെ പെരടിയില് ഭാര്യ സന്താനങ്ങൾക്ക് മാത്രമല്ല, ചിലർക്ക് ബാപ്പ ഉമ്മമാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ ബാധ്യതകൾ വരും. ആ ബാധ്യതകളെ പറ്റിയുള്ള ചോദ്യം വരും. ഇതെല്ലാം അങ്ങ് റെഡിയായി കഴിഞ്ഞാൽ അതേ ആ മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയും സ്വർഗത്തിലേക്ക്. അതിലൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ അല്ലാഹു തആല പറയും, ഓരോന്നിനും നിസ്കാരം ഉണ്ട് റബ്ബേ, പക്ഷേ പൂർണ്ണമല്ല. അപ്പൊ അല്ലാഹു പറയും, സുന്നത്തായ വല്ല നിസ്കാരങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കണം. സുന്നത്ത് കുറെ നിർവഹിച്ചിട്ടുണ്ട്, എന്നാ ഫർളിന്റെ പോരായ്മ സുന്നത്ത് കൊണ്ടങ്ങ് നികത്തണമെന്ന് പറയും. അപ്പോ നിസ്കാരം അങ്ങനെ റെഡിയാക്കി. നോമ്പിലും ചില കുറവുകളൊക്കെ കാണുന്നുണ്ട്. സുന്നത്ത് നോമ്പുണ്ടോ? സുന്നത്ത് നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്, കഴിവിന്റെ പരമാവധി കുറെ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് നോറ്റിട്ടുണ്ട്. അതേ മിറാജ്, ബറാഅത്തിലെ നോമ്പ്, അയ്യാമുൽ ബീദിലെ നോമ്പ്, ആ സുന്നത്ത് കൊണ്ട് ഫർളിനങ്ങ് പരിഹരിക്കണം. ഇങ്ങനെ ഫർളിലുള്ള പോരായ്മ സുന്നത്ത് കൊണ്ട് പരിഹരിച്ചു കിട്ടിയാൽ ഇൻതലഖ ബിഹി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അവനെ കൊണ്ടുപോകും മലക്കുകൾ. അല്ലാഹു തആല എല്ലാം പരിഹരിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ നിസ്കാരത്തിന്റെ കഥ നമുക്കറിയാമല്ലോ. പിഴവുകൾ ധാരാളം വരും, കുറ്റങ്ങൾ ധാരാളം വരും. ഞാൻ എന്റെ കഥയാ പറയുന്നത്, നിങ്ങളുടെ കഥയല്ല. നിങ്ങളുടേത് എനിക്കറിയില്ല. ഫർളിനോടൊപ്പം സുന്നത്തുകൾ മറക്കരുത്. മുഅക്കദായ സുന്നത്തുകളെങ്കിലും നമ്മൾ നിർവഹിക്കണം. ഒരു 10 റക്അത്തല്ലേ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഇല്ലല്ലോ. ളുഹ്റിന്റെ മുമ്പ് 2, ളുഹ്റിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് 2. ഇങ്ങനെ ഒരു 10 റക്അത്ത് മുഅക്കദായ സുന്നത്തുകൾ എന്നും നമ്മൾ പതിവാക്കണം. എന്തിനാണ് ഈ 10 എന്നറിയോ? ഫർള് നിസ്കരിക്കുന്നത് 17 റക്അത്താണ്. ആ 17 പോരായ്മകൾ ചെറിയ രൂപത്തിലെങ്കിലും ഈ 10 കൊണ്ടൊന്ന് പരിഹരിച്ച് കിട്ടിയാലോ നമ്മുടേതല്ലേ, രക്ഷപ്പെട്ട് കിട്ടാനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുന്നത്തുകളിൽ ആഗവത്തോടെ കാണരുത്.
ആ 7 പോയിന്റുകളിലും സുന്നത്തുണ്ടോ 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 ഒരാവർത്തിച്ച ചോദ്യം ഉണ്ട്. അപ്പൊ സുന്നത്തുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ അല്ലാഹു തആല അവന്റെ മഹളായ ഫളല് കൊണ്ട് പറയും ആ പോരായ്മകളൊക്കെ സുന്നത്ത് കൊണ്ടങ്ങ് പരിഹരിച്ചേക്കണം. ചെയ്തിട്ടുണ്ടല്ലോ ആള് ചെയ്തിട്ടുണ്ടല്ലോ അയാളെ കഴിവിന്റെ പരമാവധി, അതുകൊണ്ട് നിങ്ങൾ ആളെ വെറുതെ ആക്കണ്ട, ആ സുന്നത്ത് കൊണ്ടങ്ങ് പരിഹരിച്ചേക്കണം എന്ന് അല്ലാഹു തആല പറയും. സുന്നത്തായിട്ട് മേൽവിലാസത്തിൽ ഒന്നുമില്ലെങ്കിൽ അത് പേടിയാണ്, കുറച്ചെങ്കിലും നമ്മളത് പാലിക്കണം. റവാത്തിബ് സുന്നത്ത് മൊത്തം നിസ്കരിക്കുന്ന നമ്മുടെ നാട്ടിലെ പാവങ്ങളായ ആൾക്കാർ, കുറേ സാധാരണക്കാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ഉമ്മാമ്മമാരുണ്ട്, ഉമ്മമാരുണ്ട്, റവാത്തിബ് മൊത്തം നിസ്കരിക്കുന്നവര്. ഞാൻ ഇപ്പൊ എണ്ണിയത് റവാത്തിബിലെ മുഅക്കദാണ്. റവാത്തിബിന്റെ എണ്ണം കൂട്ടുമ്പോ എത്ര ഒന്നല്ല ഉള്ളത്. ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4, അസറിന്റെ മുമ്പ് 4, അപ്പൊ തന്നെ എണ്ണത്രായി, അപ്പൊ തന്നെ 12ആയി. മഗ്രിബിന്റെ മുമ്പ് 2, അതൊക്കെ ഉണ്ടല്ലോ റവാത്തിബില്. റവാത്തിബിന്റെ എണ്ണം കൂട്ടുമ്പോ പിന്നെയും കൂടുതലാണ്. റവാത്തിബ് കൂട്ടുമ്പോ ഫർദിനെക്കാളും റക്അത്ത് കൂടുതലാണ് റവാത്തിബിന്റെ എണ്ണം. ഫർലാകെ 17 ഉള്ളൂ. അതിന്റെ പുറമെ വിത്റും നിസ്കരിക്കും, അപ്പൊ അതുമായി. ളുഹയും നിസ്കരിക്കും 2 റക്അത്തെങ്കിലും, അപ്പൊ അതുമായി. എത്രയായി? അങ്ങനെ പരമാവധി സുന്നത്തുകൾ പാലിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുന്നത്തുകൾ പരമാവധി നമ്മൾ കൊണ്ടു നടക്കണം. ആ നിരീക്ഷണ പോയിന്റുകളിൽ പരാജയപ്പെട്ടു പോകരുത്.